സ്നേഹമുള്ളവരെ, വിശ്വാസികളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും അമ്മയായി ജീവിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ദൈവപുത്രന് ജന്മം നൽകുവാൻ ലോകനാഥൻ തിരഞ്ഞെടുത്ത എളിമയുടെയും അനുസരണത്തിന്റെയും പ്രതീകമായവൾ, നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ജനങ്ങൾക്ക് അഭയവും ആശ്വാസവും നൽകുന്ന നന്മ നിറഞ്ഞ മറിയം. ബൈബിളിൽ മറിയത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു വലിയ അതെ എന്ന വാക്കിലാണ്. ഗബ്രിയേൽ മാലാഖയുടെ മംഗളവാർത്തയ്ക്ക് മുന്നിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു. അവളുടെ ജീവിതം ത്യാഗത്തിന്റേതും സഹനത്തിന്റേതുമായിരുന്നു. ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ദൈവപുത്രന് ജന്മം നൽകിയതും, ഹെരോദോസിന്റെ വാളിൽ നിന്ന് ഉണ്ണിയേശുവിനെ രക്ഷിക്കുവാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും, 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതായപ്പോൾ ഹൃദയം തകർന്ന് അന്വേഷിച്ചതും എല്ലാം ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്നു. യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതത്തിന് കാരണക്കാരിയായത് മറിയമാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആതിഥേയരുടെ വിഷമം കണ്ടറിഞ്ഞ മറിയം യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. മറിയത്തിന്റെ ഈ മധ്യസ്ഥതയാണ് വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതത്തിലേക്ക് നയിച്ചത്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന മറിയത്തിന്റെ വാക്ക് യേശുവിലേക്കുള്ള ഏറ്റവും സുഗമമായ വഴി അമ്മയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനം കാൽവരി മലയായിരുന്നു. തന്റെ പ്രിയപുത്രൻ കുരിശിൽ കിടന്ന് പീഡ അനുഭവിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ആ അമ്മയുടെ വേദന അവാച്യമാണ്. അവിടെ വെച്ചാണ് യേശു തന്റെ പ്രിയശിഷ്യനായ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് മറിയത്തോട് ഇതാ നിന്റെ മകൻ എന്ന് പറയുന്നത്. ആ നിമിഷം മുതൽ മറിയം യോഹന്നാന്റെ മാത്രം അമ്മയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും തിരുസഭയുടെ മുഴുവനായും അമ്മയായി മാറി. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും മറിയം തന്റെ മക്കളെ കൈവിട്ടില്ല. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയുടെ സമയങ്ങളിൽ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സ്നേഹത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മെക്സിക്കോയിൽ ഹുവാൻ ഡിയാഗോ എന്ന ദരിദ്രനായ വ്യക്തിക്ക് മറിയം പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പിന് അടയാളം നൽകുവാനായി കൊടും ശൈത്യകാലത്ത് പൂക്കാത്ത പനിനീർപ്പൂക്കൾ മറിയം അത്ഭുതകരമായി നൽകി. ഹുവാൻ ഡിയാഗോ ആ പൂക്കൾ തന്റെ തിലങ്കയിൽ പൊതിഞ്ഞ് ബിഷപ്പിന്റെ മുന്നിൽ തുറന്നപ്പോൾ ആ വസ്ത്രത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ അത്ഭുത രൂപം പതിഞ്ഞിരുന്നു. ഇന്നും ആ തിലങ്ക ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്വാസത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. ഫ്രാൻസിലെ ലൂർദിൽ ബർണദീത്ത എന്ന ബാലിയയ്ക്ക് മറിയം 18 തവണ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അമലോത്ഭവയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിയ മറിയം പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. മറിയം കാണിച്ചുകൊടുത്ത സ്ഥലത്ത് ബർണദീത്ത കുഴിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുത നീരുറവ പ്രത്യക്ഷപ്പെട്ടു. ആ നീരുറവയിലെ വെള്ളം കുടിച്ചും അതിൽ കഴുകിയും അനേകർക്ക് അവിശ്വസനീയമായ രോഗശാന്തി ലഭിച്ചു. ഇന്ന് ലൂർദ് ലോകത്തിന്റെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതയിൽ ലോകം അമർന്നപ്പോൾ പോർച്ചുഗലിലെ ഫാത്തിമയിൽ ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 ഇടയ കുട്ടികൾക്ക് മറിയം പ്രത്യക്ഷപ്പെട്ടു. ലോകസമാധാനത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും റഷ്യയുടെ പരിവർത്തനത്തിനായും പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് ജപമാല ചൊല്ലുവാനും അമ്മ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ച സൂര്യന്റെ അത്ഭുതം, മിറാക്കിൾ ഓഫ് ദ സൺ, ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന്റെ ഏറ്റവും വലിയ തെളിവായി മാറി. മറിയം ദൈവമല്ല, പക്ഷെ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ഭാഗ്യവതിയാണ്. അവൾ നമ്മുടെ അമ്മയാണ്, പാപികളുടെ സങ്കേതമാണ്, ക്രിസ്ത്യാനികളുടെ സഹായമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ ആർദ്രതയുള്ള ആ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് അഭയം തേടാം. കാനായിലെ കല്യാണ വിരുന്നിനെ പോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായം വേണം എന്ന് തന്റെ പുത്രനോട് പറയുവാൻ ഈ അമ്മയ്ക്ക് കഴിയും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത നമുക്കെന്നും കോട്ടയും തുണയുമാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.